കൊല്ലം ജില്ലാ ഭൂഗർഭജല വകുപ്പ് ഓഫീസിൽ ബിജെപി പ്രതിഷേധം. താമരക്കുളം മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ വികെയെ ഉപരോധിക്കുകയാണ്. ബിജെപി കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. എം മനോജ് ചേരുന്നു. മനോജ്, ഇപ്പോഴും പ്രതിഷേധം പുരോഗമിക്കുകയാണോ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ വികെയാണ് ഈ പ്രവർത്തകർ ഉപരോധിക്കുന്നത്. ഇതിൽ തന്നെ അവിടെയുള്ള വീട്ടമ്മമാരുൾപ്പെടെ ഈ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചധികം കാലമായി തന്നെ ഈ താമരക്കുളം മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാണ്. ഈ സമീപത്ത് തന്നെ ഒരു കുഴൽക്കിണർ ആദ്യം നിർമ്മിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് കുഴൽക്കിണറിന്റെ തകരാറ് മൂലം പിന്നീട് മറ്റു പ്രവർത്തനങ്ങൾ നടക്കാതെ പോയി. എന്നാൽ വീണ്ടും കുഴൽക്കിണറിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നൊക്കെ വാഗ്ദാനം നൽകിയെങ്കിലും കൊണ്ടുവന്ന മറ്റു ഉപകരണങ്ങളൊക്കെ തന്നെ അവിടെ പ്രശ്നങ്ങളായതിനെ തുടർന്നാണ്. അതായത് ഈ ഉപകരണങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഈ കുഴൽക്കിണർ നിർമ്മിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ പരാതി പറയുന്നത്. അങ്ങനെ കുഴൽക്കിണറിന്റെ പ്രവർത്തനം കൂടുതൽ തകരാറിലാവുകയായിരുന്നു. പിന്നീട് ജനങ്ങൾക്കൊന്നും തന്നെ ഈ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. അന്നൊക്കെ തന്നെ നമ്മളോട് അവിടെയുള്ള ജനങ്ങളൊക്കെ പ്രതികരിച്ചതാണ്. ഈ ഭാഗത്തൊന്നും തന്നെ കാലങ്ങളായി കുടിവെള്ളം കിട്ടുന്നില്ല, പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ്. എന്തായാലും കോർപ്പറേഷനെതിരെ വലിയ തരത്തിലുള്ളൊരു ആരോപണവും ഉയർന്നു വന്നിരുന്നു. എന്തായാലും ജില്ലാ ഭൂഗർഭജല വകുപ്പ് ഓഫീസിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ആ ഭാഗത്തുള്ള വീട്ടമ്മമാരൊക്കെ തന്നെ കുടവുമായി എത്തിയാണ് ഈ പ്രതിഷേധം നടത്തുന്നത്, ഈ ഉപരോധം നടത്തുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മുന്നിലിരുന്നു കൊണ്ട് തന്നെ ഈ കുടവുമൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്. കൊല്ലം ജില്ലാ ഭൂഗർഭജല വകുപ്പ് ഓഫീസിൽ ബിജെപി പ്രതിഷേധം. താമരക്കുളം മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുകയാണ്. ബിജെപി കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ്. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.